ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തേക്കാണ്. ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു, ക്യാപ്റ്റനെ നിശ്ചയിച്ചു, ക്യാപ്റ്റൻ ജോലി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് ലൈവിൽ അപ്ഡേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചത് ഒനിയിൽ, ജിഷിൻ, അതുപോലെ തന്നെ റെന എന്നീ 3 പേരാണ്. ഇവർക്ക് ടാസ്കിലോട് മുന്നോടിയായിട്ട് തന്നെ ചെറിയൊരു ടാസ്ക് കൊണ്ട് ബിഗ് ബോസ് കൊടുക്കുകയാണ്. ഈ വരുന്ന ആഴ്ച അവർ നടപ്പിലാക്കാൻ പോകുന്ന 5 നിയമങ്ങൾ പറയുക എന്നുള്ളത്. 5 നിയമങ്ങൾ 3 പേരും വന്ന് പറഞ്ഞു. റെനയുടെ കുറച്ച് ഫ്ലോപ്പായിരുന്നു കേട്ടോ പറഞ്ഞ നിയമങ്ങൾ. കാരണം റെന ജോലിയൊന്നും ചെയ്യില്ല എന്നും, അതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ ആൾക്കാർക്കും കിച്ചണിനകത്തോ എപ്പോൾ വേണമെങ്കിലും കയറി എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഒനിയിലും അതുപോലെ തന്നെ ജിഷിനും ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ 5 നിയമങ്ങളും അവർ 5 നല്ല ക്വാളിറ്റി കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് ഇവരെ റാങ്ക് ചെയ്യാം. ഏറ്റവും നല്ലത് ആരാണ് പറഞ്ഞത്, സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞാൽ റാങ്ക് ചെയ്യാം. അങ്ങനെ അത് ചെയ്യേണ്ടത് വീട്ടുകാരാണ്. വീട്ടുകാർ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് റാങ്ക് ചെയ്തു. അങ്ങനെ ഏറ്റവും റാങ്ക് കൂടുതൽ കിട്ടിയ ഫസ്റ്റായിട്ട് നമ്മുടെ ഒനിയിലാണ്, സെക്കൻഡ് ജിഷിൻ, തേർഡ് റെന. ഇതിനകത്ത് ഒനിയിലിനും ജിഷിനൊക്കെ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ടാസ്കിനകത്ത് കുറച്ച് ടൈം എക്സ്ട്രാ കിട്ടും. ടാസ്കിലോട്ട് അപ്പോൾ കിടക്കണം. ടാസ്ക് വേറെ ഒന്നും ആയിരുന്നില്ല, ക്യാപ്റ്റൻ എന്ന് എഴുതിയ ഒരു നോട്ട് പാഡ് ഉണ്ടാവും, ഒരു സ്റ്റിക്ക്. ആ സ്റ്റിക്ക് കൊണ്ടുപോയിട്ട് ബോർഡിൽ ഒട്ടിക്കുക, ഓടിക്കൊണ്ടെത്തിക്കാനാണ്. അങ്ങനെ സംഭവം തുടങ്ങുമ്പോൾ നമ്മുടെ ഒനിയിൽ ഫസ്റ്റത്തെ സ്റ്റാർട്ട് ചെയ്തു. ഒട്ടിച്ചതിന് ശേഷം തിരിച്ച് വന്നപ്പോഴാണ് ജിഷിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ജിഷിൻ ഓടി വന്ന് എത്തിച്ചതിന് ശേഷമാണ് റെനയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് ഒനിയിൽ എക്സ്ട്രാ സമയമല്ലേ കിട്ടിയേക്കണേ. ഒനിയിലും ജിഷിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർ ഒരുമിച്ചുള്ള മത്സരമായിരുന്നു. നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഓടി ഒട്ടിച്ചു. പക്ഷെ കാറ്റുണ്ട്, പുറത്താണ് ചെയ്തത്. കാറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ റെനയും ഒനിയിലും ഒട്ടിക്കുന്നതൊക്കെ പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു. ഒരുപാടെണ്ണം ഇവരുടെ നിലത്തു. ഇവർ രണ്ടാമതെടുത്ത് ഒട്ടിക്കാനൊക്കെ നോക്കി. ഈ നോട്ട് സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇത് ഇരിക്കില്ല. രണ്ടാമത് ഒട്ടിക്കാന്ന് വെച്ചാൽ കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ജിഷിൻ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തു. കാരണം ജിഷിന് മനസ്സിലായി കാറ്റ് എങ്ങോട്ടാണെന്നുള്ളത്. ജിഷിൻ ആ രീതിക്കാണ്, അതായത് ബോർഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് ചരിച്ചാണ് മാക്സിമം ഒട്ടിച്ചിട്ടുണ്ടായത്. ജിഷിൻ്റെ പറഞ്ഞു പോയതും വളരെ കുറവ് മാത്രമേ പറഞ്ഞു പോയുള്ളൂ. അതുപോലെ തന്നെ ഒട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചത്. അങ്ങനെ ബിഗ് ബോസ് ഹൗസിനകത്ത് അടുത്ത ക്യാപ്റ്റനായിട്ട് ജിഷിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ജിഷിൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഈ ആഴ്ച അവർ നിയമത്തിലോട്ട് കൊണ്ടുവരും എന്നാണ് ജിഷിൻ പറഞ്ഞേക്കുന്നത്. ക്യാപ്റ്റൻ ആയതിനു ശേഷം ഓരോ എന്താ പറയുക ടീമുകളെ ഡിവൈഡ് ചെയ്തു. കിച്ചണും വെസലും അതുപോലെ തന്നെ ഫ്ലോറും ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്തു. ഇതിൽ തന്നെ അതിലെ ക്യാപ്റ്റനാക്കിയത് പെൺകുട്ടികളെയാണ്. എല്ലാ ലേഡീസാണ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. അതൊരു നല്ലൊരു കാര്യമായിരുന്നു. ഒരുപാട് പേര് ക്യാപ്റ്റൻ ആകാനായിട്ടുണ്ട്. അതിനകത്ത് അനുമോൾ ഉൾപ്പെടെയുള്ള ഒരു ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. കിച്ചൺ ക്യാപ്റ്റനാണ് അനുവിനെ ആക്കിയേക്കണത്. അപ്പോൾ അതിൽ തന്നെ വെസലിനകത്ത് ജിസയിലുണ്ട്. എന്തൊക്കെയാകുക ഏതൊക്കെയാവും നമുക്ക് കണ്ടറിയാം. കാരണം അവിടെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജിഷിൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ വെസലിലുള്ളവർക്കും കിച്ചണിൽ സഹായിക്കാം. അങ്ങനെ ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്. എന്തായാലും ടീമെല്ലാം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മീ.